ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമായിട്ട്. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പാലധികം ഉണ്ടായിരുന്നത് ഒന്ന് കാച്ചിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാച്ചി മാറ്റി വെച്ച ശേഷം വേറെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോഴാണ് ഒരു ചീമച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചീമച്ചക്ക. ഇങ്ങനെ ഒരു തേങ്ങാപ്പാലിലൊക്കെ ഒന്ന് വേവിച്ച് കൊടുത്താൽ അത് ഭയങ്കര രസമാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങാപ്പാലെടുത്തിട്ട് അതിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് ഇടാവും കേട്ടോ, ഒരുപാട് അങ്ങ് വാരിയിടണ്ട. എന്നിട്ട് അതിൽ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം. ഒരു 3 സ്പൂൺ തേങ്ങ കൂടെ ചിരകി ചെയ്തിട്ട് കൊടുക്കണം. അത് പച്ച തേങ്ങയായിരുന്നു. പച്ച തേങ്ങ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ആ ഒരു തേങ്ങ എടുത്തിട്ട് വന്നിട്ടാണ് പാലെടുത്തതും അതുപോലെ ആ ഒരു ഫ്രഷ് തേങ്ങ ഇടുന്നതൊക്കെ ആ ഒരു പച്ച തേങ്ങയാണ് കേട്ടോ. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഉണങ്ങിയ തേങ്ങയിൽ പാൽ ഇതുപോലെ കിട്ടാനും പാടായിരിക്കുമല്ലോ. അങ്ങനെ അത് റെഡിയാക്കി ഞാനൊന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടോ. അത് എന്തായാലും ഒന്ന് വെന്ത് വരട്ടെ എന്ന് കരുതി. അധികം സമയമൊന്നും വേണ്ട, ഒരു 6-7 മിനിറ്റ് മതി. നല്ല വെളഞ്ഞ ചക്കയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ പാല് തിളയ്ക്കുന്നുണ്ടായിരുന്നത് ഞാൻ ഒന്ന് മാറ്റിയെടുത്ത് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു കപ്പിൽ നന്നായിട്ടൊന്ന് അടിച്ച് വെക്കുമ്പോൾ അധികം അതിൽ പാട വരത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പാട എടുക്കണമെന്നുണ്ടെങ്കിൽ അടിക്കാതെ വെക്കാം. ഇതിപ്പോൾ ഞാൻ പാട എടുക്കുന്നില്ല, അത് കാരണം ഞാൻ നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം അടിച്ച് മാറ്റിയെടുത്ത് വെച്ചു കേട്ടോ. ഞാനിങ്ങനെ സൗണ്ട് കൊടുത്ത് പോകുമ്പോൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് തന്നെ അത് കേട്ട് നോക്കുമ്പോൾ ചില സമയത്ത് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ട് തോന്നി കേട്ടോ. പിന്നെ അത് വെറുതെ തിരുത്താൻ പോകണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് ഇടുന്നതാണ്. അങ്ങനെ ഞാൻ പാലൊക്കെ കാച്ചി ഒന്നെടുത്ത് മൂടി വെച്ചു. അതിനുശേഷം തേങ്ങ ചിരകിയത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പച്ച തേങ്ങ പൊതിച്ചുകൊണ്ടൊന്ന് ഫുള്ളായിട്ട് ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആ ഒരു ചീമച്ചക്ക വേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ എൻ്റെ തേങ്ങ ബോക്സിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ആ പച്ച തേങ്ങ പൊടിച്ചപ്പോൾ എനിക്കൊരു 1/2 ഗ്ലാസ് തേങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉടച്ചപ്പോൾ വിചാരിച്ചു കൊടുക്കാൻ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നതല്ലേ. അങ്ങനെ ഞാനത് 1/2 ഗ്ലാസ് തേങ്ങ വെള്ളമായിട്ട് എടുത്തിട്ട് പോവുകയാണ്. പക്ഷേ ക്യാമറ എടുക്കുമ്പോൾ മുഖം കിട്ടിയിട്ടുള്ളായിരുന്നു കേട്ടോ. പിന്നീട് നോക്കുമ്പോഴാണ് അത് മനസ്സിലായത്. എന്നാലും വീഡിയോ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ വെള്ളം കൊടുത്തിട്ട് വരുന്ന വഴിക്ക് ഞാൻ പോയി കുറച്ച് അഗസ്തിപ്പൂ ഉണ്ടായിരുന്നു, അത് പറിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ കോഴിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോഴി ഞാൻ ഫസ്റ്റ് പോയി ഒന്ന് തുറന്ന് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുറക്കാറൊന്നുമില്ല, ചില ദിവസങ്ങളിൽ ഒന്ന് തുറന്ന് വിടും. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. ഫുഡ് ഞാൻ അതിൻ്റെ പാത്രത്തിലോട്ട് ഇടുമ്പോൾ തന്നെ ആ സൗണ്ട് കേട്ടിട്ട് അവർ എത്ര ദൂരത്ത് നിന്നാലും ഇങ്ങനെ എത്തിക്കോളും കേട്ടോ. അങ്ങനെ അവർക്ക് ഫുഡും കൊടുത്തിട്ട് ഇനി അടുത്ത് എന്താ പരിപാടി എന്ന് വെച്ചതായി വരികയാണ് കേട്ടോ. ഒരുപാട് പണികളുണ്ട്. സത്യത്തിൽ ഇത്രയും പണികളൊക്കെ ചെയ്ത് ആ ഒരു പുറത്തൊക്കെ ഇറങ്ങി കോഴിയുടെ അടുത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞാൻ ആ ചീമച്ചക്ക അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഓർത്തത്. ഞാൻ പെട്ടെന്നൊന്ന് നോക്കുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഫുള്ള് തേങ്ങാപ്പാലൊക്കെ അങ്ങ് വറ്റിപ്പോയിട്ട് അത് ഫുള്ളായിട്ട് കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് വേവിച്ചെടുത്തു കേട്ടോ. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ചിലതായിട്ട് നമ്മൾ നല്ല പരുവം വരാത്ത ചക്കയാണെങ്കിൽ ഇത്രയ്ക്ക് നന്നായിട്ട് വെന്ത് കിട്ടൂല കേട്ടോ. പക്ഷെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇക്കൊക്കെ കൊടുക്കാമെന്ന് കരുതി. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എമ്മി ആയിട്ടിരുന്ന് കഴിക്കുകയാണ്. ഇങ്ങനെയുള്ള ആ ഒരു നാടൻ സംഭവങ്ങളൊക്കെ കഴിക്കാൻ ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലിപ്പോൾ മക്കൾ കഴിക്കില്ല. എനിക്കും അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും വന്ന അടുത്ത ദിവസം തന്നെ ചീമച്ചക്ക കിട്ടിയ പോലെ അത് കഴിച്ചു കൊടുത്തു. അങ്ങനെ ഇത് ഭയങ്കര ഇഷ്ടത്തോടുകൂടി കഴിക്കുകയാണ്. അത് കഴിച്ചതിന് ശേഷം ഇക്ക പുറത്ത് ആരെയും കാണാനൊക്കെ വേണ്ടി പോയപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡുകളൊക്കെ ഒന്ന് റെഡിയാക്കാൻ കരുതി. ഇന്ന് മീൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും പച്ചക്കറി കൊണ്ടുള്ള കളിയാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മക്കളുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നമില്ല. മക്കളുണ്ടെങ്കിലാണ് മീൻ ഫ്രൈ ഒക്കെ വേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് ഞാൻ അവിയലുണ്ടാക്കി, കുറച്ചെടുത്ത് സാമ്പാർ ഉണ്ടാക്കി. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇന്നത്തെ ഉച്ചയൂണിന് വേണ്ടി തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അതിന് വേണ്ടിയിട്ട് ഇച്ചിരി തേങ്ങ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഇത് സാമ്പാർ ഇവിടെ റെഡിയായി ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സാമ്പാറിൽ കുറച്ച് മല്ലിയിലയുടെ ഇട്ടെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. സാമ്പാർ വെക്കുമ്പോൾ എല്ലാവരും മല്ലിയില ഉപയോഗിക്കുമെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മല്ലിയിലയുടെ ടേസ്റ്റ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാമ്പാർ വെക്കുന്ന രീതി തന്നെ ഒരു പ്രത്യേക ഇതാണ് കേട്ടോ. ഞാൻ എല്ലാ
കഷ്ണങ്ങളും കൂടെ ഒരുമിച്ചിട്ടല്ല വിസിലേൽപ്പിക്കുന്നത്. ഇക്കൊക്കെ അത് ഇഷ്ടമല്ല, ഫുൾ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. എന്തായാലും സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്, അവിയൽ റെഡിയായി. പിന്നെ അതിലോട്ടൊന്ന് താളിച്ചിടുകയാണ്. അവിയലിൽ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കി ഇറക്കും കേട്ടോ. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇങ്ങനെ താളിച്ചൊഴിക്കാറില്ല, അത് സാമ്പാറിൽ മാത്രം ഇങ്ങനെ താളിച്ചൊഴിച്ചു. ഇങ്ങനത്തെ ഇന്നത്തെ ഉച്ചകളിലുള്ള ഫുഡ് കാര്യങ്ങൾ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതായത് ഫുഡ് കഴിക്കാൻ സമയമായപ്പോൾ എല്ലാം ഞാൻ ടേബിളിൽ ഫുള്ളായിട്ട് കൊണ്ടങ്ങ് വെക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ബൗളിലോട്ടൊന്നും കോരി വയ്ക്കുന്നില്ല, ഞാനിത് ഫുള്ളായിട്ട് കൊണ്ട് എല്ലാം മേശപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി കാണാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട്. ഇതുവരേക്കും ബൈ ബൈ. താങ്ക് യു ആൾ.